ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു ഫോസ്റ്റിന മത്ത് ഒഫീഷ്യൽ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മളുടെ ഈ ഒരു വീഡിയോയിൽ പറയാനായിട്ട് ഉദ്ദേശിക്കുന്ന കാര്യം പേരൻറ്റിങ്ങിനെ കുറിച്ചിട്ടാണ്. പേരൻറ്റിങ് സ്കില്ലാണോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ പേരൻറ്റിങ് സ്കിൽ പറഞ്ഞു തരാൻ മാത്രം ഞാൻ ആയിട്ടില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അതുകൊണ്ട് സ്കില്ലല്ല എന്ന് പറയാനും പറ്റത്തില്ല. അതായത് ഇത്രയേ ഉള്ളൂ. എനിക്കിപ്പം എൻ്റെ ഒരു പേരൻറ്റിങ് എക്സ്പീരിയൻസ് എന്നൊക്കെ പറയുമ്പോൾ ഞാൻ പേരൻ്റ് ആയിട്ടില്ലല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ പേരൻറ്റിങ് കണ്ടിട്ടുള്ളത് എൻ്റെ പേരൻസിൻ്റെയാണ്. അപ്പം വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ എൻ്റെ പേരൻസിൻ്റെ പേരൻറ്റിങ്ങിൽ എനിക്ക് കുറച്ച് ഇഷ്ടപ്പെട്ടത് എന്നതിനേക്കാൾ ഇച്ചിലൂടെ എനിക്ക് ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പം ഞാൻ എൻ്റെ പേരൻസിൻ്റെ പേരൻറ്റിങ്ങിൽ ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടുള്ള 2-3 കാര്യങ്ങളാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ഒരു ന്യൂ ബോൺ പേരൻ്റ് ആണോ, അല്ലെങ്കിൽ നിങ്ങൾ ന്യൂ ബോണെന്നോ അങ്ങനെയൊന്നുമില്ല, നിങ്ങളുടെ പേരൻറ്റിങ് സ്കിൽ കുറച്ചും കൂടെ ഡെവലപ്പ് ചെയ്യാനൊക്കെ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ പേരൻറ്റിങ് സ്കിൽ എന്ന് പറഞ്ഞാൽ യെസ്. അപ്പോൾ നമുക്കിന്ന് പേരൻറ്റിങ് സ്കിൽ എന്നാണ് പറയാം. അങ്ങനെ ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ കംപ്ലീറ്റ് കാണാനായിട്ട് ട്രൈ ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് പേരൻറ്റിങ് എന്ന് പറയുമ്പം നമുക്ക് ആർക്കും ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ പറയേണ്ട ഒരു കാര്യമാണ്, നമ്മൾ സ്കൂളിൽ പഠിക്കാറുണ്ട്, +2 വരെ പഠിക്കുക, അല്ലെങ്കിൽ 10th വരെ പഠിക്കും. ഡിഗ്രി നമ്മൾ കുറച്ചും കൂടെ ആഴത്തിലുള്ള പഠനമായിരിക്കും. PG എന്ന് പറയുന്നത് കുറച്ചും കൂടെ, പിന്നെ PhD എന്നൊക്കെ പറഞ്ഞാൽ പറയണ്ടല്ലോ. പക്ഷെ നമ്മൾ ഇതൊക്കെ പഠിക്കുമ്പോഴും നമുക്കിങ്ങനെ ഒരു പേരൻറ്റിങ് സ്കിൽ നമ്മളെല്ലാവരും കടന്നു പോകുന്ന ഒരു 95% ആൾക്കാരും കടന്നു പോകുന്ന ഒരു റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്ന ഒരു സംഭവമാണ് ഇത് പേരൻറ്റിങ് എന്ന് പറയുന്നത്. പക്ഷേ നമുക്കാർക്കും ഇതിന് എവിടെ നിന്നും ഒരു ട്രെയിനിങ്ങോ അങ്ങനത്തെ ഒരു കാര്യങ്ങളൊന്നും നമുക്ക് കിട്ടത്തില്ല. നമ്മളിത് ബാക്കിയുള്ളവരുടെ അടുത്ത് നിന്ന് കണ്ടിട്ടോ, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ കണ്ടിട്ടോ ഒക്കെ പഠിക്കുന്ന കുറച്ച് കാര്യങ്ങളായിരിക്കും. അപ്പോൾ ഞാനിങ്ങനെ ഉദ്ദേശിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, കുറച്ച് പോയിന്റ്സിൽ ഞാൻ വളരെ വേഗത്തിൽ പറഞ്ഞു തീർക്കാനായിട്ട് നോക്കും. കാരണം വെറുതെ ടൈം വേസ്റ്റ് ആക്കുന്നില്ലല്ലോ നമുക്ക്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് വീഡിയോയിലേക്ക് പോകാം. ഞാൻ പറയാനായിട്ട് ഉദ്ദേശിക്കുന്ന ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത്, എല്ലാവർക്കും അങ്ങനെ ഗ്രഹിക്കുമോ എനിക്കറിയത്തില്ല, പക്ഷേ എനിക്കിഷ്ടമാണ് പറയാൻ. കാരണം എൻ്റെ ലൈഫിൽ എനിക്കിത് വളരെയേറെ ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു സാധനമാണ്. എന്ന് വെച്ചാൽ ഞങ്ങളെയൊക്കെ പ്രാർത്ഥിക്കാനായിട്ട് പഠിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഞാൻ ഫസ്റ്റ് പറയുന്ന ഒരു കാര്യം. ചുമ്മാ ബ്ല 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 ആ പ്രാർത്ഥനയല്ല ഞാൻ ഉദ്ദേശിച്ചത്. കുറേയൊക്കെ അവർ ഒരു ഇതുവരെ നമ്മൾ പറയത്തില്ലേ, ഒരു മൂലക്കല്ല് എന്ന് പറയുന്ന സാധനമൊക്കെ തന്നിട്ടുള്ള നമ്മുടെ പേരൻസ് തന്നെയാണ്. ബാക്കി കുറേ കാര്യങ്ങൾ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യും, അങ്ങനെയൊക്കെ. പിന്നെ നമ്മൾ വളർന്നു വരുന്ന സാഹചര്യങ്ങൾ, നമ്മുടെ ഫ്രണ്ട്സ്, നമ്മൾ കണ്ടുമുട്ടുന്ന ഒരു ഗ്യാങ് എന്നൊക്കെ നമ്മൾ അറിയത്തില്ല, അല്ലെങ്കിൽ സർക്കിൾ, നമ്മളായിരിക്കുന്ന സർക്കിൾ, ഇതിലൊക്കെയാണ് ബാക്കി വരുന്ന കാര്യങ്ങൾ. പക്ഷേ ഈ ഒരു ഫസ്റ്റത്തെ ഈ ഒരു സംഭവം നമുക്ക് കിട്ടിയിട്ടുള്ളത് പേരൻസിൻ്റെ അടുത്തു നിന്നാണ്. കാരണം ഞാനിപ്പോഴും ആലോചിക്കാറുണ്ട്, അല്ലെങ്കിൽ ഓർക്കാറുള്ളൊരു കാര്യമാണ്, ചെറുതായിരിക്കുമ്പം നമ്മളുടെ ഓർമ്മ വെച്ച് വരുന്ന സമയമില്ല, ആ ഒരു സമയത്ത് തന്നെ എനിക്ക് മൈൻഡിലോട്ട് ആദ്യം വരാറ്, ചാച്ചപ്പൻ ഞങ്ങൾ രണ്ടുപേരും ഇങ്ങനെ മടിയിലിരുത്തിയിട്ട് സന്ധ്യാപ്രാർത്ഥന ഞങ്ങൾക്ക് ചൊല്ലിത്തരുന്ന സംഭവമാണ്. സന്ധ്യാപ്രാർത്ഥന എല്ലാവർക്കും അറിയത്തില്ല, നമ്മൾ ക്രിസ്ത്യൻസിൻ്റെ സന്ധ്യാപ്രാർത്ഥന. ആ സാധനം ചൊല്ലിത്തരുന്നതാണ് എനിക്ക് ഓർമ്മയുള്ളത്. അതാണ് എൻ്റെ മനസ്സിൽ പ്രാർത്ഥനയെ കുറിച്ച് പറയുമ്പോൾ ഫസ്റ്റ് ഉണ്ടായിരുന്നത്. പിന്നെ എനിക്ക് മൈൻഡിലോട്ട് വരാറ് കുറച്ചും കൂടെ വലുതൊക്കെ ആയിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മളിതെങ്ങനെ ഫോളോ ചെയ്യണം, എവിടെ ഉപയോഗിക്കണം എന്നൊക്കെ ഉള്ളത് നമുക്ക് വരുന്നത് നമ്മൾ ഫാമിലിയിൽ വളരെ സ്ട്രഗിൾ ചെയ്യുന്ന സമയത്തൊക്കെ പ്രാർത്ഥന എന്ന് പറയുന്ന സംഭവത്തിലാണ് നമ്മൾ ആശ്രയിക്കേണ്ടത്, ദൈവത്തിൽ ആശ്രയിക്കണം എന്നൊക്കെയുള്ളൊരു സംഭവം തന്നതും ഒക്കെ പേരൻസ് തന്നെയാണ്. അതിൽ നമ്മൾ വിചാരിക്കുന്ന പോലെ ഞാനിന്ന് പ്രാർത്ഥിച്ചു, നാളെ അതിൻ്റെ അകത്ത് വലിയൊരു വണ്ടർ സംഭവിക്കും എന്നൊന്നുമല്ല. പക്ഷെ നമുക്ക് ഇതിപ്പം ഞാനിതെങ്ങനെ ഓവർകം ചെയ്യും എന്നുള്ളൊരു സാധനം നിന്നെക്കൊണ്ട് പറ്റും എന്ന് നമ്മളെയൊക്കെ എങ്ങനെ ഫോം ചെയ്തു കൊണ്ടുവരാനായിട്ട് നമുക്ക് പറ്റും. നമ്മളെ കുറച്ചും കൂടി സ്ട്രോങ് ആക്കാനും, നമ്മളുടെ ഇമോഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ ഭയങ്കര എല്ലാ കാര്യങ്ങളും നമ്മൾ പ്രാർത്ഥന വേണ്ടെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ എന്നെ പേഴ്സണലി ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് എൻ്റെ സ്ട്രഗ്ലിങ് ടൈമിലൊക്കെ പ്രെയർ എന്ന് പറയുന്ന സംഭവം. മാത്രമല്ല സ്ട്രഗ്ലിങ് ടൈമിൽ ആ ഒരു പ്രെയർ ഉള്ളതുകൊണ്ട് തന്നെ പിടിച്ചിരിക്കാൻ പറ്റി എന്നൊക്കെ എനിക്ക് അങ്ങനെ പറയാൻ പറ്റും. ഈ പറയുമ്പോൾ ഇതൊക്കെ പറയുമ്പോൾ സ്ട്രഗ്ലിങ് ടൈമിൽ ഞാൻ ഭയങ്കരമായിട്ട് പ്രാർത്ഥിച്ചിരുന്നു എന്നല്ല, പക്ഷെ നമുക്ക് വേറെയും ചാൻസസ് ഒക്കെ ഉണ്ടല്ലോ, ഇങ്ങനെയൊന്നും വേണ്ട, ചിലപ്പം തീസ്റ്റാവും, അങ്ങനെയൊക്കെ മാറ്റങ്ങളൊക്കെ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയൊക്കെയാണ് നമ്മുടെ ലൈഫിൽ സ്ട്രഗിൾ എന്ന് പറയുമ്പോൾ നമുക്ക് ആരെയും അങ്ങോട്ടും ഇങ്ങോട്ടും കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല എന്ന് എനിക്കറിയാം. പക്ഷേ എങ്കിലും നമ്മൾ കാണുമ്പോൾ ഇന്ന് വരെ കണ്ടതിൽ എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ഓരോരുത്തരുടെ അനുഭവങ്ങൾ വ്യത്യസ്തമായിരിക്കും. യെസ്, എനിവേ അതിനെക്കുറിച്ച് ഞാൻ അധികം പറയുന്നില്ല. ഫസ്റ്റത്തെ പോയിന്റ് എന്ന് പറയുന്നത് പ്രാർത്ഥനയാണ് കേട്ടോ. ഞങ്ങളെ പ്രാർത്ഥനയിൽ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ പ്രാർത്ഥിക്കണം എന്നുള്ളൊരു കാര്യത്തിൽ, അതാണ് എൻ്റെ പേരൻസ് തന്നിട്ടുള്ള എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എൻ്റെ ഫസ്റ്റ് ഞാൻ പറയാൻ പോകുന്നത്. ഞാൻ പേരൻസിൽ ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടുള്ള ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് അതാണ്. പിന്നെ നമ്മുടെ രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുമ്പോൾ, ഞാനൊക്കെ വളർന്നു നിന്നിരുന്ന എൻ്റെ ചെറുപ്പത്തിൽ നമ്മൾ അറിവൊക്കെ വെച്ചിരുന്ന സമയമുണ്ടല്ലോ, ആ അറിവൊക്കെ വെച്ചിരുന്ന സമയത്ത് എൻ്റെയൊക്കെ ഫ്രണ്ട്സ് സർക്കിളിലൊക്കെ ഞാൻ അവരുടെയൊക്കെ പേരൻസൊക്കെ ഇങ്ങനെ പറയുന്നതും ഒക്കെ അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ട്സൊക്കെ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞിട്ടൊക്കെ ഉണ്ട്. എൻ്റെ അപ്പൻ അല്ലെങ്കിൽ എൻ്റെ അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, ആ കൂട്ടുകാരിൻ്റെ കൂട്ടത്തിൽ അല്ലെങ്കിൽ ആ ഫ്രണ്ടിൻ്റെ കൂട്ടത്തിൽ, ഈ കൂട്ടുകാരിയുടെ കൂട്ടത്തിൽ നടക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് എൻ്റെ ഫ്രണ്ട്സോ ഒക്കെ ആയിട്ട് നമ്മളെടുത്ത് വന്നു പറയാം, അല്ലെങ്കിൽ പേരൻസൊക്കെ ആണെങ്കിലും പറയുന്നതൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ എൻ്റെ പേരൻസ് അങ്ങനെ പറഞ്ഞിട്ടില്ല. അതിൽ ഞാൻ ഭയങ്കര കൃതാർത്ഥതയുള്ള ആളാണ്. കാരണം നമ്മളങ്ങനെ പറയാൻ പാടില്ല. ഒരു പേരൻറ്റ് ഞാൻ ഭാവിയിലൊരു പേരൻറ്റായി, ഞാൻ ഭാവിയിൽ ഒരു അമ്മയായിട്ടുണ്ടെങ്കിൽ എൻ്റെ മക്കൾക്ക് ഞാനങ്ങനെ ഞാനിപ്പോൾ പറയുന്ന എൻ്റെ പേരൻസിൽ നേടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ, ഈ സംഭവം ഞാൻ എന്തായാലും ഫോളോ ചെയ്യും എന്നാണ് എൻ്റെ ആഗ്രഹം. അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു കാര്യം. നമ്മളങ്ങനെ പറയാൻ പാടില്ല.
അത് മറ്റുള്ള കുട്ടികളെ പല വിധത്തിൽ സ്വാധീനിക്കും. നമ്മൾ പറയുന്ന പോലെ ഇപ്പോൾ എല്ലാ പിള്ളേരും ഒരേപോലെ ആയിരിക്കണം, നമ്മളുടെ മക്കൾക്ക് അത്രയും നല്ല കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യുന്ന, അല്ലെങ്കിൽ ഓരോ കുട്ടികളിലും ഓരോ നെഗറ്റീവ് പോസിറ്റീവ്സ് ഒക്കെ ഉണ്ടാവും. പക്ഷേ എൻ്റെ പേരൻസ് എൻ്റെ അടുത്ത് പറയാന്നിട്ടുള്ളത് ഇത്രേ ഉള്ളൂ, അവരുമായിട്ട് കൂട്ടുകൂടുന്നുണ്ടോ സംസാരിക്കുന്നുണ്ടോ ഒന്നും ഒരു കുഴപ്പമില്ല. പക്ഷേ നമ്മൾ ഈ പറയുന്ന പോലെ നെഗറ്റീവ് സൈഡിലോട്ട് ഇൻഫ്ലുവൻസ് ആവാതിരിക്കുക, അല്ലെങ്കിൽ നമ്മൾ അതേപോലെ ആവാതിരിക്കുക. അവരുടെ അടുത്ത് അവർ ചെയ്യുന്ന തെറ്റാണെങ്കിൽ അത് പറഞ്ഞു കൊടുക്കുക, തിരുത്തുക എന്ന് മാത്രമേ ഉള്ളൂ. കൂട്ടുകാരിക്കുന്നതോ സംസാരിക്കുന്നതോ നടക്കരുതെന്നോ അങ്ങനത്തെ ഒരു കാര്യം എൻ്റെ അപ്പനമ്മയും പറഞ്ഞു തന്നിട്ടില്ല. അതിൽ ഞാൻ വളരെയേറെ സന്തോഷവതിയാണ്. അതെനിക്ക് പറഞ്ഞിരുന്നതിൽ ഞാൻ ഭയങ്കരേറെ സന്തോഷവതിയാണ്. ഓക്കെ, അതാണ് ഞാൻ പറഞ്ഞ രണ്ടാമത്തെ പോയിന്റ്. മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് കുറച്ചും കൂടെ നമ്മൾ മുതിർന്നു കഴിഞ്ഞിട്ട് ഉള്ളൊരു കാര്യമാണ്. എന്ന് വെച്ചാൽ ഞാനൊക്കെ ഒരു ടീനേജൊക്കെ എൻ്റെ ഒരു ടീനേജ് എന്ന് പറയുമ്പം സ്റ്റാർട്ടിങ് ടീനേജ് ഒരു 15 വയസ്സൊക്കെ ഉള്ള സമയം തൊട്ടിട്ട് നമ്മുടെ വീട്ടിലിപ്പോൾ ഒരു കാര്യം നടത്തുക, അല്ലെങ്കിൽ നമ്മൾ കോമൺ ആയിട്ട് എന്തെങ്കിലും ഒരു ഒപ്പീനിയൻ എടുക്കുക എന്ന് പറയുമ്പം അപ്പനും അമ്മയും തന്നെ ഇരുന്ന് ഒപ്പീനിയൻ എടുക്കുക, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു കാര്യങ്ങളും ഉണ്ടായിരുന്നില്ല കേട്ടോ. കാരണം നമ്മളോട് ചോദിക്കുമായിരുന്നു, ഇന്നൊരു കാര്യമാണല്ലോ നടക്കാൻ പോകുന്നത്, എന്ത് ചെയ്യണമെന്നാണ് നീ പറയുന്നത്, അല്ലെങ്കിൽ നിൻ്റെ ഒപ്പീനിയൻ എന്താണ്. ചിലപ്പോൾ നമ്മൾ പറയുന്ന കാര്യങ്ങൾ എടുക്കണമെന്ന് ഒരു നിർബന്ധമൊന്നുമില്ല, പക്ഷെ നമ്മളോട് ചോദിക്കും. നമ്മളെയും കൂടെ ആ ഒരു കാര്യത്തിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് അവർ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഞാൻ പറയുന്നത് അങ്ങനെയാണ്. കാരണം കുറച്ചും കൂടെ ഞാനൊക്കെ ഒരു 22 വയസ്സൊക്കെ ആയിരുന്ന സമയത്ത് എൻ്റെ ഫ്രണ്ട്സൊക്കെ എന്നോട് ചോദിക്കാറുണ്ട്, നിന്നോട് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വീട്ടിൽ ചോദിച്ചിട്ടാണ് ചെയ്യാറ്, എൻ്റെ അപ്പനമ്മയും ചോദിക്കാറ് പോലും ഇല്ല എന്ന് പറഞ്ഞിട്ട്, അതും ബോയ്സ് അതാലോചിക്കും. അപ്പം ഞാൻ പറയുന്നത് കുറച്ചും കൂടെ എനിക്കിഷ്ടമാണ് തീരുമാനങ്ങളൊക്കെ എടുക്കാനായിട്ട് നമ്മളെ കൂടെ ഇൻക്ലൂഡ് ചെയ്യിക്കുക. അപ്പം നമ്മളുടെ അഭിപ്രായങ്ങളൊക്കെ പറയുക. എല്ലാ പിള്ളേരും ഒരേപോലെ പറയണമെന്നില്ല. ഞങ്ങൾ 3 പേരിൽ ഇപ്പോൾ ഞങ്ങൾ 3 പേരും ഒരേപോലെ പറയുന്നവരായിരിക്കത്തില്ല. ചിലപ്പോൾ നമുക്കൊരു അഭിപ്രായം ഉണ്ടാകത്തില്ല. ഒരു അഭിപ്രായം ഇല്ലെങ്കിൽ എനിക്ക് പ്രത്യേകിച്ചൊന്നും തോന്നുന്നില്ല എന്ന് തന്നെ ഞാൻ പറയാറുണ്ടായിരുന്നു. ഇനിയിപ്പോൾ എനിക്കിങ്ങനെ ചെയ്യുന്നത് നല്ലതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് അത് എനിക്കത് ഓപ്പണായിട്ട് പറയാനുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു എൻ്റെ വീട് എന്ന് പറയുന്നത്. അങ്ങനത്തെ ഒരു ഫ്രീഡം നമുക്കുണ്ടായിരുന്നു, പറയുകയും ചെയ്യാമായിരുന്നു. അങ്ങനെ അങ്ങനെ എനിക്കൊന്ന് വളർന്നു വരുമ്പോൾ നമ്മളങ്ങനെ ഒക്കെ അവരെ മക്കളെ ഇൻക്ലൂഡ് ചെയ്യിക്കുന്നത് ഭയങ്കര നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. പ്ലസ് ഇതായിട്ട് നമ്മൾ പറയാതിരിക്കേണ്ട ആവശ്യമില്ല. നമുക്കൊരു ഒപ്പീനിയൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കൊരു ഒപ്പീനിയൻ വേണമെന്ന് ഞാൻ പറയാം. ഒപ്പീനിയൻ ഉണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും പറയണം. പറയേണ്ട സമയമാണെങ്കിൽ, നമുക്കൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ടെങ്കിൽ, നമുക്കൊരു വോയിസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും പറയണം. അടുത്തതായിട്ട് ഞാൻ പറയാൻ പോകുന്നത് സ്വാതന്ത്ര്യം, അല്ലെങ്കിൽ നമുക്ക് ഇട്ടിരിക്കുന്ന ഒരു ഫ്രീഡം ഉണ്ട്. എന്ത് കാര്യം ചെയ്യാനും ഫ്രീഡം ഉണ്ട് എന്നുള്ളതല്ല. അപ്പോൾ നമുക്ക് നീ അത് ചെയ്യരുത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നീ ചെയ്യേണ്ട, അത്രേ ഉള്ളൂ എന്ന് പറഞ്ഞ് ഞങ്ങളെ അങ്ങനെയല്ല, നമ്മൾ പറഞ്ഞു തരും എന്തുകൊണ്ട് നീ അത് ചെയ്യരുത്. അപ്പോൾ നമ്മൾ കൺവിൻസ്ഡ് ആവും അങ്ങനെ എന്തുകൊണ്ടായിരിക്കും നമ്മുടെ പേരൻസ് അങ്ങനെ പറയുന്നത് എന്നുള്ള കാര്യത്തിൽ നമ്മൾ ഓക്കെ ഇന്ന കാരണങ്ങൾ കൊണ്ടാണ് നമ്മളോട് അങ്ങനെ പറയുന്നത്, അപ്പോൾ നമ്മൾ അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് നമുക്കത് വളരെ കൃത്യമായിട്ട് പറഞ്ഞു തരുമായിരുന്നു. അതാണ്. പിന്നെ തീരുമാനങ്ങൾ എന്ന് പറയുമ്പോൾ ഇപ്പം നമ്മൾ കുറച്ചും കൂടെ മുതിർന്ന് കഴിയുമ്പോൾ അയ്യോ ഞാനൊരു കൺഫ്യൂഷൻ നിൽക്കുക, ഇപ്പോൾ ഇവിടെ ഇന്ന കാര്യങ്ങളിൽ ഞാൻ എന്താ ഡിസിഷൻ എടുക്കേണ്ടതെന്ന് എനിക്കറിയത്തില്ല എന്ന് പറയുന്നത്. ഇപ്പം ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ട് പറഞ്ഞു, നീ ഇങ്ങനെ ചെയ്താൽ ഇങ്ങനെയൊക്കെ വരും, നീ ഇങ്ങനെ ചെയ്താൽ ഇങ്ങനെയൊക്കെ വരുള്ളൂ എന്ന കാര്യം നമുക്ക് കൃത്യമായിട്ട് പറഞ്ഞു തരും. പക്ഷേ ഡിസിഷൻ എടുക്കുന്ന ആരായിരിക്കും? നമ്മൾ തന്നെയായിരിക്കും. അപ്പം അതും ഭയങ്കര ഒരു ഇതാണ്. നീ ഇങ്ങനെ തന്നെ ചെയ്താൽ മതി എന്നൊന്നും എൻ്റെ അപ്പനും അമ്മയൊന്നും പറഞ്ഞിട്ടില്ല. ഇത് തന്നെ ചെയ്താൽ മതി, അല്ലെങ്കിൽ നിനക്ക് അങ്ങനെ വരും, ഇങ്ങനെ, അല്ലെങ്കിൽ നമുക്ക് പറഞ്ഞു തരും, നീ ഇങ്ങനെ ചെയ്ത് ഇങ്ങനെ ആയിരിക്കും, തീരുമാനം മുഴുവൻ നിൻ്റെ ആയിരിക്കും, നീയാണ് തീരുമാനം എടുക്കേണ്ടത്. അത് ഭയങ്കര അടിപൊളിയാണ്. നമ്മളങ്ങനെ അറിയുന്നത്. പിന്നെ ഞാൻ പറയാൻ പോകുന്നത് എല്ലാ പിള്ളേർക്കും വേണ്ട ഒരു സംഗതിയാണ് നമ്മൾ പേരൻസ് ആണെന്ന് വിചാരിക്കുക. ഞാൻ പേരൻ്റ് അല്ല, എന്നാലും ഞാൻ ഭാവിയിൽ ഒരു പേരൻ്റ് ആവുകയാണെങ്കിൽ, ഭാവിയിൽ ഒരു അമ്മയാവുകയാണെങ്കിൽ ഒക്കെ ഞാൻ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നല്ല സ്വാതന്ത്ര്യം, എല്ലാ കാര്യം തുറന്നു പറയാനുള്ള ഒരു ഓപ്പൺനെസ് ഉണ്ടാവല്ലോ, ആ ഒരു തുറവി നമ്മൾ കൊടുക്കണം നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ട്. കാരണം ഞങ്ങൾക്കത് കിട്ടിയിട്ടുണ്ടായിരുന്നു. നമുക്ക് ചിലപ്പം സ്റ്റാർട്ടിങ്ങിലൊക്കെ ഇതെങ്ങനെ നമ്മളിങ്ങനെ ഒരു കാര്യം പറഞ്ഞു കഴിയുമ്പം എങ്ങനെയായിരിക്കും അപ്പനും അമ്മയും റിയാക്ട് ചെയ്യുന്നത് എന്നൊരു പേടി ഉണ്ടാകുമായിരിക്കാം. പക്ഷേ അവരെ അങ്ങോട്ട് ഇപ്പോൾ നമ്മളൊരു കാര്യം, ചെറിയൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പം എല്ലാ വിഷമങ്ങളും എല്ലാവരോടും പറയാറില്ലല്ലോ. നമ്മുടെ എൻ്റെ വിഷമങ്ങളെ ഗൗരവത്തോടെ എടുക്കുന്നതിനോടെ നമ്മളത് പറയേണ്ട ആവശ്യമുള്ളൂ. നമ്മൾ കളിയാക്കുന്നവരോട് നമ്മൾ പിന്നെ അത് പറയാനിക്കത്തില്ലല്ലോ. അതേപോലെ തന്നെ ആയിരിക്കണം പിള്ളേരുടെ അടുത്ത് എല്ലാ കാര്യങ്ങളും നമുക്ക് തുറന്നു പറയാനുള്ള ഒരു അറ്റ്മോസ്ഫിയർ നമ്മൾ അപ്പനും അമ്മയും ഒക്കെ. അപ്പം മാത്രമല്ല, അല്ലെങ്കിൽ അമ്മ മാത്രമല്ല, അപ്പനും അമ്മയും കൂടെ സെറ്റാക്കി കൊടുക്കുകയാണെങ്കിൽ അത് നല്ലതായിരിക്കും. അത് എങ്ങനെയൊക്കെ ഹെൽപ്പ് ചെയ്യുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ അബദ്ധങ്ങൾ ചെന്ന് ചാടത്തില്ല. പിന്നെ നമുക്ക് പിള്ളേർ നമ്മളായിട്ട് നല്ലൊരു കണക്ഷൻ ഉണ്ടാവും. അല്ലെങ്കിൽ നമ്മൾ അപ്പന്മാരും അമ്മമാരും, നമ്മളും അപ്പനും അമ്മയൊക്കെ ആയിട്ട് ഒക്കെ ആയിട്ട് നല്ലൊരു ബോണ്ട് ഉണ്ടാകാനൊക്കെ ആയിട്ട് അത് നമ്മളെ വളരെയേറെ ഹെൽപ്പ് ചെയ്യുന്നൊരു കാര്യമാണ് ഈ പറയുന്ന ഓപ്പൺനെസ് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ആകെ കുറച്ച് പോയിന്റ്സ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഇൻക്ലൂഡ് ചെയ്യാമായിരുന്നു, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എനിക്ക് വേണ്ടിയിട്ട് പറഞ്ഞു തരാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതുകൂടെ നിങ്ങൾക്ക് കമൻറ്റായിട്ട് രേഖപ്പെടുത്താവുന്നതാണ്. അപ്പോൾ ഇത്രയും നമ്മൾ ഈ ഒരു ചെറിയ വീഡിയോ പറയുന്നുള്ളൂ. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു, എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു. ഏതെങ്കിലും ഒക്കെ പ്രത്യേക മാറ്ററിനെ കുറിച്ചിട്ട്, അല്ലെങ്കിൽ പ്രത്യേക കാര്യങ്ങളെക്കുറിച്ച്, പ്രത്യേക ടോപ്പിനെ കുറിച്ച് വീഡിയോ ചെയ്യണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ കമൻറ്റ് ബിലോ. അപ്പോൾ ദിസ് ഇസ് ഓസ്ട്രേ സൈൻ ഓഫ്. ബൈ.